ആഗോള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയാകുന്ന ഒരു പുതിയ നയതന്ത്ര നീക്കവുമായി മുന്നോട്ടു പോവുകയാണ് അമേരിക്ക. വിദേശ രാജ്യങ്ങളിലെ തങ്ങളുടെ നയതന്ത്ര സാന്നിധ്യം ഗണ്യമായി വെട്ടിച്ചുരുക്കാൻ US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് തീരുമാനിച്ചിരിക്കുന്നു. കാനഡ, ജപ്പാൻ, ഇന്തോനേഷ്യ ഉൾപ്പെടെയുള്ള 5 രാജ്യങ്ങളിലെ എംബസികളും കോൺസുലേറ്റുകളുമാണ് അടച്ചുപൂട്ടാൻ ഒരുങ്ങുന്നത്. USന്റെ ആഗോള നയതന്ത്ര ചരിത്രത്തിൽ ഇതുവരെ കാണാത്ത ഒരു സുപ്രധാന തീരുമാനത്തിലേക്ക് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് കടക്കുന്നു. നയതന്ത്ര സംവിധാനം കൂടുതൽ കാര്യക്ഷമമാക്കുകയാണ് ഈ നീക്കത്തിന് പിന്നിലെ ഔദ്യോഗിക വിശദീകരണമെങ്കിലും ഇത് അമേരിക്കയുടെ ആഗോള സ്വാധീനത്തെയും പ്രതിരോധ തന്ത്രങ്ങളെയും എങ്ങനെ ബാധിക്കുമെന്ന വലിയ ചർച്ചയ്ക്കാണ് ഇപ്പോൾ തുടക്കമിട്ടിരിക്കുന്നത്. അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് ആണ് ഈ നിർണായക വിവരം പുറത്തുവിട്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക നിർദ്ദേശം സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് US കോൺഗ്രസിന് കൈമാറിക്കഴിഞ്ഞു. പ്രത്യേക ഭൗമരാഷ്ട്രീയ പ്രതിസന്ധികളോ യുദ്ധ സാഹചര്യങ്ങളോ നിലവിലില്ലാത്ത ഒരു ഘട്ടത്തിൽ ഒരുമിച്ച് ഇത്രയധികം വിദേശ മിഷനുകൾ പ്രവർത്തനം അവസാനിപ്പിക്കുന്നത് US നയതന്ത്ര ചരിത്രത്തിൽ തന്നെ വളരെ അപൂർവമായ ഒരു സംഭവമാണ്. എന്തുകൊണ്ടാണ് അമേരിക്ക ഈ കടുത്ത തീരുമാനത്തിലേക്ക് എത്തിയത്? ഏതെല്ലാം രാജ്യങ്ങളിലെ ഓഫീസുകളാണ് പൂട്ടുന്നത്? നോക്കാം. കാനഡയും ജപ്പാനും ഇന്തോനേഷ്യയും ഒക്കെ അമേരിക്കയുടെ പ്രധാനപ്പെട്ട സാമ്പത്തിക തന്ത്രപ്രധാനമായ പങ്കാളികളാണ്. അങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്ന് പോലും ചില കോൺസുലേറ്റുകൾ ഒഴിവാക്കാനുള്ള തീരുമാനം ഏറെ ശ്രദ്ധേയമാണ്. വർഷാവർഷം കോടിക്കണക്കിന് ഡോളറാണ് വിദേശ രാജ്യങ്ങളിലെ ഈ ചെറിയ മിഷനുകളുടെ പരിപാലനത്തിനായി അമേരിക്കൻ സർക്കാർ ചെലവഴിക്കുന്നത്. എന്നാൽ ഈ ചെറിയ വിദേശ മിഷനുകൾ പ്രവർത്തിപ്പിക്കുന്നത് സാമ്പത്തികമായി ലാഭകരമല്ലെന്നും ആ തുക മറ്റ് പ്രധാനപ്പെട്ട മുൻഗണനകളിലേക്ക് മാറ്റേണ്ടതുണ്ടെന്നുമാണ് ഭരണകൂടത്തിന്റെ വിലയിരുത്തൽ. കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായുള്ള ഒരു ഭരണപരമായ നടപടി മാത്രമായാണ് ഇതിനെ വൈറ്റ് ഹൗസ് കാണുന്നത്. എന്നാൽ ഈ ഭരണകൂടത്തിന്റെ വാദങ്ങളെ പൂർണ്ണമായി അംഗീകരിക്കാൻ പ്രതിപക്ഷമായ ഡെമോക്രാറ്റ് പാർട്ടി നേതാക്കളും നിരവധി മുൻ നയതന്ത്രജ്ഞരും തയ്യാറല്ല. ആഗോളതലത്തിൽ അമേരിക്കയുടെ നയതന്ത്ര സ്വാധീനത്തെ ഇത് ഗുരുതരമായി ബാധിക്കുമെന്ന് അവർ ശക്തമായി മുന്നറിയിപ്പ് നൽകുന്നു.